ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ചടങ്ങ് കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെ ഉണ്ട്. കുഞ്ഞ് ജനിച്ചിട്ട് 15ാമത്തെ ദിവസം നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞിനെ കാണാൻ പോകും. വലിയ ആൾക്കാരാണ് പോവുക. അതിലൊരു വലിയ ആളിരുന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്തൊക്കെ സാധനങ്ങളെ കൊണ്ടുപോയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ പാക്ക്. ഞാൻ ചുമ്മാ വായിട്ട് അലയ്ക്കുന്നതല്ല. അത്യാവശ്യം നമ്മൾ മുതിർന്ന ആൾക്കാരോട് കാരണവന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും നമ്മളാണല്ലോ. അപ്പം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ അവരവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ കൊണ്ടുപോയ ആ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആണ്. കുളിക്കാനായിട്ട് ഫ്ലെക്സ് എടുത്ത് മുഖം ചന്ദ്രനെ പോയ തിളങ്ങട്ടേന്നേ ഒരു ഇത്ര സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതിനൊരു കണക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നതിനെ ഇപ്പോൾ പ്രസവിച്ച് ഇങ്ങോട്ട് വരൂലേ, വരുമ്പോൾ ഇതേപോലെ ഇങ്ങോട്ടും കൊണ്ടുവരും. അങ്ങനെ എന്തൊക്കെയോ കേട്ടോ. അതേപോലെയാണ് നമ്മൾ ഈ പലഹാരം കൊണ്ടുപോകുന്ന ചടങ്ങിലും. പലഹാരം കൊണ്ടുപോയി കഴിഞ്ഞാലും നമ്മളിപ്പോൾ 12 എണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ 13 14 അങ്ങനെ എന്തോ കൂടുതൽ കൊണ്ടുവരും. അങ്ങനെ എന്തൊക്കെയാണ്. എനിക്ക് ഇന്നത്തെ കാലത്ത് ഇതെല്ലാവരും ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ ഏരിയയിലുണ്ട് കേട്ടോ അങ്ങനെ. ഈ വക സാധനങ്ങളാണ് നമ്മൾ ഇത് കുളിക്കാനും കഴുകാനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത്. അതായത് സോപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങും. മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മളൊക്കെ ഇങ്ങോട്ട് പരിച്ച് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ പറയുക, ലോകം അവസാനിക്കും എന്നുള്ള രീതിക്കുള്ളൊരു മറ്റുള്ള സംസാരമുണ്ടല്ലോ, അതെനിക്ക് പറ്റില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ കൊടുക്കുന്നൊരു സാധനമാണ് വെളിച്ചെണ്ണ. നമ്മൾ വെളിച്ചെണ്ണ കൊണ്ടുപോകണം, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ മീൻ, എനിക്ക് തോന്നുന്നു സ്രാവ് മീൻ എന്തോ ആണ്, ഞാനത് മറന്നുപോയി എന്താ പേരെന്ന്. അപ്പോൾ അതാണെന്ന് തോന്നുന്നുണ്ട്. അതൊരു കിലോ കണക്കിന് ഇങ്ങനെ കൊണ്ടുപോകും. അത് കഴിച്ചാൽ എന്തോ ആവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കലുണ്ട്. ഇത് നമ്മുടെ പ്രസവരക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കിറ്റ് വാങ്ങും. നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ വാങ്ങിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കിറ്റായിട്ട് തരും. ഇതൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ ഇതിലെന്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബേബിൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകും. ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇത് ഡ്രസ്സ് ഇടാനായിട്ട് ഈ പെട്ടിക്കകത്തും ഇങ്ങനെ നിറച്ച് കൊടുക്കണം എന്നല്ല. അത് നമ്മളിങ്ങനെ കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വന്നു. അതായത് എന്തെങ്കിലും ഡ്രസ്സ് ആയിക്കോട്ടെ. ഇത് ബെഡ്ഷീറ്റാണ്, ഷീറ്റല്ല, മറ്റേതില്ലേ കുളിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ കിടത്തുമല്ലോ ഒരു ഷീറ്റ്, ആ ഒരു ഷീറ്റ്. പിന്നെ ഇത് വെറ്റില. ഞാൻ വേറെന്തോ സാധനമെന്ന് വിചാരിച്ചു, പക്ഷേ വെറ്റിലയാണ്. വെറ്റിലയും കൊണ്ട് ഇത് കുറച്ച് സ്നാക്സാണ്. നമ്മളിങ്ങനെ സ്നാക്സും കൂടെ കൊടുക്കും. പിന്നെ ഇത് മറ്റേ നമ്മൾ ഈ പൗഡറൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമല്ലേ, ആ ഒരു സാധനമാണത്. ഇതൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മുടെ ചടങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ പൗഡർ ഇടുന്ന സാധനം മാത്രം കൊണ്ടുപോയി പോരല്ലോ, പൗഡറും കൊണ്ടുപോകണ്ടേ. പക്ഷേ ഈ കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനത്തെ പൗഡർ ഇട്ട് കൊടുക്കുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. യൂസ് ചെയ്യുന്ന എനിക്കറിയില്ല. നമുക്ക് കൊച്ചു ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ കണ്ടിട്ട് വേണം നമ്മൾ ഓരോന്ന് വാങ്ങാനായിട്ട്. കൊച്ചിനെയൊന്നും തൊട്ട് വാങ്ങരുത്, നമുക്കും കൂടെ യൂസ് ആവണം. ഈ വാങ്ങിയ സാധനങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം, എന്ത് രസമാണെന്ന് അറിയാം, നല്ല സുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെ കൊച്ചിനിങ്ങനെ കിടത്തിയിട്ട് നമ്മളിങ്ങനെ എടുക്കൂലേ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ലൊരു പ്രത്യേക ഒരു മെറ്റീരിയൽ. അപ്പോൾ കൊച്ചിൽ നിന്ന് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ തുണി മറിയാതിരിക്കാനാണോ എന്നറിയില്ല, ഒരു ബെൽറ്റും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നിലത്തിട്ട് ഇങ്ങനെ ആക്കുന്നതല്ല, ഇങ്ങനെ ഒരിക്കലും കൊച്ചിനെ കിടത്തൂല ഞാൻ. ഒന്നാമത്തെ അവിടെ വൃത്തിയാക്കിയ സ്ഥലമാണ്. ഇനി അത് പറയണ്ടെന്ന് വെച്ചിട്ട് പറയുന്നതാണ്. ബേബി ഡ്രസ്സ് തൊട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ കുഞ്ഞിന് ഇട്ട് കൊടുക്കില്ല. ഇതിനെ നല്ല രീതിക്ക് വാഷ് ചെയ്തതിന് ശേഷം ഡെറ്റോളൊക്കെ ഇട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ലോണം വെയിലൊക്കെ കൊണ്ട് ഉണക്കിയിട്ട് ശേഷം മാത്രമേ കുഞ്ഞിന് ഉപയോഗിക്കുകയുള്ളൂ. ഡയറക്റ്റ് ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര ധൈര്യമായിട്ട് വെച്ചത്. അല്ലെങ്കിൽ എനിക്ക് വിവരമില്ലാത്തതാണെന്ന് നിങ്ങൾ വിചാരിക്കും. പിന്നെ കുട്ടി തോത്ത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചുങ്ങളുടെ സാധനങ്ങളൊക്കെ കാണാനില്ലേ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് കൊച്ചിൻ്റെ അമ്മയ്ക്കുള്ളതാണ്. പിന്നെ ഡ്രസ്സ് കൊണ്ടുപോകും കൊച്ചിൻ്റെ അമ്മയ്ക്ക്. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് ഇത് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോരുത്തരും ഓരോന്ന് പറയും. ചിലർ പറയും നൈറ്റിയാണ് കൊണ്ടുപോകണ്ടേ, ഇപ്പോൾ 2 നൈറ്റി ആണെങ്കിൽ 2 നൈറ്റി എടുക്കണ്ടേന്ന് പറയും. നമ്മളിങ്ങനെ ടോപ്പൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലവർ കുറച്ചുകൂടെ പുരോഗമന ചിന്തയായിട്ട് ഇപ്പോൾ നൈറ്റി ഇട്ടിട്ട് അവളെ ഇങ്ങനെ പുറത്തു പോകാം, നമുക്ക് വല്ല ഫീഡിങ് കുർത്താസ് എന്തെങ്കിലും സെറ്റ് ചെയ്തു ആ രീതിക്ക് ചോദിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ അതായത് കാലം മാറുന്നതിനനുസരിച്ച് അവർ മാറി ചിന്തിക്കുന്നതിൻ്റെ ആയിരിക്കാം. ഇത് ഫുൾ ഓപ്പൺ നൈറ്റി ആയതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ എന്തിനപ്പോൾ തുറന്ന്, പിന്നെ ഞാൻ തന്നെ മടക്കി വെക്കേണ്ടിയിരുന്നു. ഇപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് തന്നെ മടക്കിക്കും. ഇത് വന്നിട്ട് തൊട്ടിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാട്ടോ. ഇതിൽ കൊച്ച് കിടക്കുന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മൾ ചടങ്ങിൻ്റെ ഭാഗമാണല്ലോ. ഇതെല്ലാം കൂടെ ഇടുക്കിയിൽ വെച്ച് പാക്കിയത്. ഞങ്ങൾ യാത്രയാവുകയാണ്. ഈ 15 ദിവസമായതിൻ്റെ ഒരു ചടങ്ങ്. അതിന് നമ്മൾ കുറച്ച് ആൾക്കാർ പോവുള്ളൂ, ഒരുപാട് ആൾക്കാരൊന്നും പോലെ പോവാതെ കൊടുക്കുക, വരിക, അല്ല കഴിച്ചിട്ടൊക്കെ മെല്ലെ വരിക, അങ്ങനെ ഒരു മൈൻഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊച്ചിനെ കണ്ടിട്ട് ശരിക്കും 15 ദിവസമായി. അയ്യോ, കൊച്ചു വളർന്നോന്നൊന്നും അറിയില്ല. പക്ഷെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ചടങ്ങിനല്ല ഞാൻ മൈൻഡ് ചെയ്തത്, എനിക്ക് അവനെ കാണാൻ വേണ്ടി ഞാൻ പോയത്. പ്രസവിച്ച് അന്ന് ഞങ്ങൾക്ക് നല്ല
ടെൻഷൻ എടുപ്പിക്കുന്ന രീതിക്കുള്ള പണിയൊന്നും അവനാ. കാരണം രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അവന് വൊമിറ്റിങ് തുടങ്ങി. ആ ഹോസ്പിറ്റലിൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ മാറ്റണം എന്ന് പറഞ്ഞ് പിന്നെ അഹല്യ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ മാറ്റി ഒരു 12 മണിയാവുന്ന സമയത്ത്. അപ്പോഴാണെങ്കിലും ആംബുലൻസിൽ കൊണ്ടുപോകുന്ന വെച്ചാൽ ഡ്രൈവർ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഡ്രൈവറൊക്കെ വന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് പറപ്പിച്ച് അവിടെ എത്തി. എൻ്റെ പൊന്നോ, അവിടെ എത്തിയിട്ട് അന്ന് ആ സമയത്ത് അവൻ NICUവിൽ കയറ്റിയതാണ്. പിന്നെ അടുത്ത ദിവസം വൈകുന്നേരം ഞങ്ങൾക്ക് അവനെ കട കിട്ടുന്നത്. കാരണം അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനെ അവിടെ പോയി കാണാം, ബാക്കിയുള്ളവർക്കും പറ്റില്ല. എന്നാൽ അടുത്ത ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കുഞ്ഞിനെ കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ച് എറണാകുളം പോകുന്നത്. അപ്പോഴൊന്നും ഉറക്കാം, അവൻ കണ്ണുറക്കുന്നില്ല. ഇവിടെ വന്നപ്പോഴും ചെക്കൻ ഉറക്കാം. പിന്നെ ഞാനല്ലേ ഞാൻ ഉണർത്തി വിട്ട് ഞാൻ പിന്നെ എടുത്ത് കുറച്ചേരൊക്കെ നടന്നപ്പോഴാണ് ഒട്ടും മാറ്റമൊന്നുമില്ല, അതേപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നെ നോക്കി ഒരുമാതിരി നോട്ടം നോക്കി. ഞാൻ വലുതായിട്ട് നിനക്കുള്ള പണി തരാമെന്നുള്ളൊരു മൈൻഡ് ആയിരിക്കാം. പക്ഷേ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ടടാ, എല്ലാവരും നോക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് ഞാൻ നിന്നെ നോക്കും. നീ ആഗ്രഹിച്ച ലെവലിൽ ഇതിനെ ഞാൻ എത്തിക്കും. ഒക്കെ നടന്നാൽ മതിയായിരുന്നു. പിന്നെ അമ്മ കുറച്ചേരം കൂടെ അടുത്ത് നിന്ന് ഞങ്ങളിവിടെ രണ്ടുപേരും കൂടെ ഇരുന്നത് ഏട്ടൻ ബോറടിച്ച് ഇതായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവൻ ഫോൺ മറച്ചു വയ്ക്കും. ഞാൻ ഷൂട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ, കാരണം നല്ല മഴക്കാറ്, പിന്നെ മഴ വന്നിങ്ങനെ മഴയത്ത് ഇങ്ങനെ പോകുന്നൊരു സുഖമല്ലല്ലോ. എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. മഴയില്ല വെയിലുമില്ല, നല്ല സുഖമാണ് പോകാൻ. അങ്ങനെ നേരെ ഞങ്ങൾ കോഫി ഷോപ്പിൽ പോയി ചായയും സ്നാക്സും ഐസ്ക്രീമൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ എനിക്ക് വേണ്ടി പോസ് ചെയ്യാതെ പറഞ്ഞിട്ടുണ്ട്. അവൾ പോസ് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിരുന്നതിന് ശേഷം നല്ല ചൂട്. അപ്പോൾ ഇന്നത്തെ നല്ല ഈ ദിവസത്തെ വീഡിയോ എൻ്റെ ചെയ്തിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.